സാങ്കേതികമായി അറിയുന്ന ഒരാളും കൂടിയാണ് പൃഥ്വിരാജ്, അതെനിക്കറിയാം. പക്ഷേ ആ സമയത്ത് ഇത്ര ലോ മതി എന്നുള്ളത് പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞു തരുമോ? പൃഥ്വിരാജ് എല്ലാം തീരുമാനിക്കുന്നത് പറയാം, പൃഥ്വിരാജാണ് തീരുമാനിക്കുന്നതെന്ന് പറയാം. രണ്ടായാലും പുള്ളിക്കാണ് കുറ്റം. എനിക്ക് പൃഥ്വിരാജിന് കുറ്റം പറയാൻ താല്പര്യമില്ല. ഞങ്ങളിപ്പോൾ US-ലും UK-ലും ഷൂട്ട് കഴിഞ്ഞു. ലൂസിഫർ പോലെ വളരെ ചെറിയൊരു സിനിമയാണ് എമ്പുരാൻ എന്നും പറയാം. ലൂസിഫർ പോലെ ഒരു ചെറിയ സിനിമയല്ല എമ്പുരാൻ, അത് ഞങ്ങൾക്കറിയാം. അനാർക്കലി എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാനാണ്. കടലിനടിയിൽ പോയിട്ട് 23 മീറ്റർ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാനാണ്. അത് വേറൊരാൾ ചെയ്താൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല. അവസാനം മഞ്ജു ചേച്ചിയാണ് ഉപദേശിക്കുന്നത് അങ്ങനെയല്ല എന്നുള്ളത്. അത് ശരിയാണോ കഥ? ഡെഫിനറ്റ്ലി ശരിയാണ്. ഞാൻ കഴിഞ്ഞ 2020 ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് മന്തിൽ ഞങ്ങൾ ഡിവേഴ്സ് ചെയ്തു. മറച്ചു വെച്ചിട്ടോ ഒളിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ പറയാതിരുന്നിട്ടോ കാര്യമില്ല. പറയേണ്ടതെല്ലാം പറയണം, തുറന്ന് സംസാരിക്കണം ആളുകൾ എന്നുള്ളതാണ്. ഇതൊക്കെ ഇതിനകത്തിരുന്ന് വാചകമൊക്കെ അടിച്ചാലും ഹേർട്ട് ചെയ്യും മനുഷ്യനല്ലേ. മറ്റ് ഒരുപാട് കാര്യങ്ങളില്ലേ നമുക്ക്. എല്ലാം ഹീലിംഗ് ആണല്ലോ. കാലം മറയ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഡയറക്ടർ സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ്. ഹായ് ഹായ്. ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ, ജീവിതം കുറച്ചൊരു ചെറിയ പീരീഡാണ്, അപ്പോൾ അതിനുള്ളിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുകയാണ് വേണ്ടതെന്ന്. ഈ തിരക്കിനിടയിൽ ഇപ്പം കുറേ തെലുങ്ക് തമിഴൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരക്കിനിടയിൽ ഈ പറയുന്ന ജീവിതം അങ്ങനെ തന്നെ കൺസീവ് ചെയ്യാൻ പറ്റാറുണ്ടോ, ഇല്ലെങ്കിൽ ആസ്വദിക്കാറുണ്ടോ? ഉറപ്പായിട്ടും. ജീവിതം ഒന്നേ ഉള്ളൂ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഒരു ജീവിതമേ ഉള്ളൂ. അതിൽ ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ എന്ത് നമ്മൾ ഇൻടേക്ക് ചെയ്യണം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ സന്തോഷിക്കാനുള്ള വകുപ്പുകൾ മാത്രം നമുക്ക് ഇൻടേക്ക് ചെയ്യുക, ബാക്കിയെല്ലാം ടാറ്റ ബൈ ഒന്ന് പുറത്ത് നിന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ഡെഫിനറ്റ്ലി വി ക്യാൻ ബി ഹാപ്പി ഓൾവേസ്. അതാണൊരു പോളിസി, തുടരാൻ കഴിയട്ടെ. എന്നാലും ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇതിനകത്തിരുന്ന് വാചകമൊക്കെ അടിച്ചാലും ഹേർട്ട് ചെയ്യും മനുഷ്യനല്ലേ. മറ്റ് ഒരുപാട് കാര്യങ്ങളില്ലേ നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ സന്തോഷമായിട്ടിരിക്കണം എന്ന്, ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും എന്തൊക്കെ കേട്ടാലും സന്തോഷമായിട്ടിരിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലും കുറേയൊക്കെ ആർട്ടിഫിഷ്യൽ സന്തോഷമായിരിക്കും. പിന്നെ നമ്മൾ അതിനകത്തൊന്നും നമുക്ക് നമ്മുടേതായൊരു പെർസ്പെക്റ്റീവ് ഡിറൈവ് ചെയ്തെടുക്കും അല്ലേ. നമുക്കിങ്ങനെ നമ്മൾ തന്നെ പറഞ്ഞ് അല്ല അതങ്ങനെയല്ല, അതിങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ചെയ്താലും ഓക്കെയാണ്, അതിനെന്തിനാണ് നമ്മൾ എന്ന് നമ്മളോട് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറേ ആൻസേഴ്സ് ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അത് ഹീൽ ചെയ്യും. എല്ലാം ഹീലിംഗ് ആണല്ലോ. കാലം മറയ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അതേ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷേ എളുപ്പത്തിൽ വർക്കിലേക്ക് വന്നാലും. അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന അയാൾക്കകത്ത് ഉള്ളിലുള്ള ഷോട്ട്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സിനിമാറ്റോഗ്രാഫർ പലപ്പോഴും പരീക്ഷണങ്ങൾക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡാണ് ഏറ്റവും, ലോകത്തെല്ലായിടത്തും ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പടങ്ങൾക്കാണ് കൂടുതൽ അപ്രീസിയേഷൻ കിട്ടുക. ചലഞ്ചസ് ഉണ്ട് അതിനകത്ത്. ലൈറ്റ് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ മുഖം നന്നായിട്ട് വരണം, പക്ഷേ അവിടുത്തെ സ്വാഭാവികത നിലനിർത്തിയാണ് ഇന്നത്തെ സിനിമ മേക്കിംഗ് എന്ന് പറയുന്നത്. അയാൾ അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കപ്പെട്ടതും, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കഥയും പശ്ചാത്തലവും ഒക്കെ നോക്കിയിട്ട് അവാർഡും കിട്ടിയിട്ടുള്ളത്. ഇത് ചലഞ്ചിങ് ആകുമ്പോഴും ഇതൊരു സൗകര്യവും കൂടിയല്ലേ? കാരണം ഇത്തരത്തിലുള്ളൊരു ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്ന, ചില ലൈറ്റ്സൊക്കെ ചില സ്ഥലത്തൊക്കെ പരീക്ഷിക്കാൻ അവസരം കിട്ടുന്ന, ഇത്തരത്തിൽ ഇതിനെ നോക്കിക്കാണുന്ന, ഇതിനെ പിന്തുടരുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരൊക്കെ നോക്കിയപ്പോൾ അത് കൊള്ളാമല്ലോ, അതെങ്ങനെയായിരിക്കും ചെയ്തത് എന്ന് തോന്നിക്കുന്ന ഒരു വർക്കും കൂടെ ആയിരിക്കും. അതൊരു സൗകര്യവും കൂടെ അല്ലേ എന്നാണ് ചോദിക്കണേ, ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് നോക്കിക്കാണുക? എനിക്ക് സൗകര്യം എന്നുള്ള വാക്ക് എന്തുകൊണ്ട് ചോദിച്ചെങ്കിൽ മനസ്സിലായില്ല. ഒരു സാധ്യതയുണ്ട് അതിനകത്ത്. നമുക്ക് ചില കാര്യങ്ങൾ ഒരു പ്ലെയിൻ ഇതിൽ വെക്കുന്നതിനേക്കാളും സൺലൈറ്റിൽ വെക്കുന്നതിനേക്കാളും നമ്മൾ ഉള്ളിൽ വെക്കുമ്പോൾ ചില സാധ്യതകൾ. അതൊക്കെ അങ്ങനെ ആ തരത്തിൽ തന്നെ സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഭയങ്കര ഫ്രീഡം എന്ന് നമുക്ക് അതിനെ പറയാം. എനിക്ക് ഫ്രീഡം അല്ല അതിനകത്ത് കൂടുതലും. നമ്മൾ അതിൽ കൂടുതലും നമ്മുടെ എഫേർട്ടാണ് എന്ന് തോന്നുന്നു എനിക്ക്. കാര്യം അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ഒരുപാട് ലെജൻസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല. ഡ്രാമയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒരു പ്യൂർലി നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതായിരിക്കില്ല എഫക്റ്റായിട്ട്, അതായത് അതിൻ്റെ ഇമ്പാക്റ്റായിട്ട് നമുക്ക് സ്ക്രീനിൽ ഫീൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിനെ ഫീൽ ചെയ്യിപ്പിക്കാൻ, ഇപ്പോൾ ഒരു ഇരുട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ നമ്മൾ ലൈറ്റ് ചെയ്യണം. ഇരുട്ടായിട്ട് വെറുതെ ഇരുട്ട് വെച്ചാൽ നമുക്കൊന്നും കാണത്തില്ല. അപ്പോൾ ഇരുട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ നമ്മൾ ലൈറ്റ് ചെയ്യണം. ദാറ്റ്സ് എ ഡ്രാമ വി ആർ ക്രിയേറ്റിംഗ്. അപ്പോൾ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പം ഒരു വെളിച്ചം ഫീൽ ചെയ്യിപ്പിക്കാൻ നമ്മൾ ഇരുട്ടുണ്ടാക്കണം. അതാണല്ലോ വേണ്ടത്. ഇരുട്ടുണ്ടെങ്കിലാണല്ലോ, ഇതിപ്പം ഒരെണ്ണം ഉണ്ടെങ്കിലാണല്ലോ ഇല്ലാത്തത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം വെറുതെ പറയാം, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇല്ലാതാകുമ്പോഴാണ് ഒരെണ്ണം ഫീൽ ചെയ്യാം. അപ്പം അത് നമ്മൾ ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഫ്രെയിമിങ്ങിലായാലും ലൈറ്റിങ്ങിലായാലും, ഇപ്പോൾ ഡയറക്ഷൻ വൈസിൽ അയാളുടെ ലുക്ക്, പെർസ്പെക്റ്റീവ്, അയാളുടെ ആക്ടിങ്, അയാളുടെ റിയാക്ഷൻസ്, ഇതെല്ലാം ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. സോ അതാണ് അതിൻ്റെ ഡ്രാമ നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ എത്ര നാച്ചുറലി
ചെയ്തതാണെന്ന് പറഞ്ഞാലും ദർ ഇസ് എ ഡ്രാമ. ആ ഡ്രാമ ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും വർക്കാവില്ല. അതെ അതെ, നമ്മൾ കാണുന്ന ആ ഇരുട്ടെന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വെളിച്ചമുള്ള ഇരുട്ടാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. അപ്പോൾ എസ്രയ്ക്കകത്ത് ഇതേപോലെ തന്നെയാണ്, ഉള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഭംഗി എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകളുടെയൊക്കെ മുഖമൊക്കെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ വരെയും വേണം. സംവിധായകന് ഒരു കാഴ്ചപ്പാടുണ്ടാവും, പക്ഷേ ഇതൊക്കെ ഉള്ളിൽ തന്നെ ഈ ഇരുട്ട് ലൈറ്റ് ആൻഡ് ഷെയ്ഡിന് ഉള്ളിൽ തന്നെ നിന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ലൈറ്റിങ്ങിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അതൊക്കെ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഇവരുമായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരാറുണ്ടോ? ഡെഫിനറ്റ്ലി ഇല്ല കേട്ടോ. ഭാഗ്യത്തിന് ചിലപ്പോൾ മേ ബി അത് ഭാഗ്യമായിരിക്കാം. അത്തരം പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ആളുകളുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല, മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാക്കുന്ന ആളുകൾ മേ ബി ഉണ്ടായിരുന്നിരിക്കാം, ഇൻ ബിറ്റ്വീൻ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവരൊന്നും അത്തരമൊരു പ്രോബ്ലത്തിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടില്ല. മേ ബി അത് ചിലപ്പോൾ ആ സമയത്ത് ഞാൻ അവരുടെ കൂടെ സഹകരിക്കുന്നുണ്ടാകാം, അതെനിക്കറിയില്ല. അത് ഞാൻ അറിയാതെ എന്നിൽ സംഭവിക്കുന്ന ഒരു പാർട്ടായിരിക്കാം. പക്ഷേ എനിക്കത്രയും പേഴ്സണലി ഞാൻ ആരെയും പേഴ്സണലൈസ് ചെയ്തിട്ട് ഒന്നും കെയർ ചെയ്യാറോ അല്ലെങ്കിൽ അത് ഇന്നത് വേണം എന്ന് പറയാറുമില്ല. ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സ് നമുക്കുണ്ടാവും, സിറ്റുവേഷൻസ് നമുക്കുണ്ടാവും. ഈ സിറ്റുവേഷൻസ് ഈ തരത്തിലാണ് ഓഡിയൻസിന് ഫീൽ ചെയ്യേണ്ടതെന്നുണ്ടാവും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചില സാങ്കേതിക തയ്യാറെടുപ്പുകൾ ഉണ്ടാകും എന്നുള്ളതല്ലാതെ പേഴ്സണലൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ പേഴ്സണലൈസ് ചെയ്ത് ഒരു ആക്ടറെ പേഴ്സണലൈസ് ചെയ്ത് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാവരും നമ്മുടെ കഥാപാത്രങ്ങളാണ്. നമ്മൾ ആ സ്ക്രിപ്റ്റുമായിട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം. നമുക്കിപ്പോൾ സിനിമാറ്റോഗ്രാഫി ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ടോട്ടലി നമ്മുടെ ക്യാരക്ടേഴ്സാണ്. അപ്പം അത് എത്രയോ കാലമായിട്ട് ആ ക്യാരക്ടേഴ്സുമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്യുമ്പോഴും ഒരു 3 months to 4 months നമ്മുടെ ആ സ്ക്രിപ്റ്റ് ഉണ്ട്, നമ്മളെ ആ ക്യാരക്ടേഴ്സ് മുഴുവനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവരോട്ടും ഇങ്ങനെ ചിലപ്പോൾ സംവിധായകൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും നമ്മളെന്തായാലും ഇത്തരം ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ ഇങ്ങനെ നിരന്തരം സംസാരിക്കും. അപ്പോൾ നമുക്കറിയാം അവർ ഈ മൂഡിലൂടെയാണ് കടന്നു പോകുന്നത്, ഈ മൂഡാണ് ഇപ്പം സംവിധായകന് വേണ്ടത്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഈ മൂഡാണ് വേണ്ടത്. സോ ഇറ്റ്സ് ഹാപ്പൻ. അതിങ്ങനെ സംഭവിക്കും. അതല്ലാതെ വേറെ പേഴ്സണലൈസ്ഡ് പരിപാടികളൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതോ എനിക്കാരെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയതോ എനിക്ക് ഓർമ്മയില്ല. ഇതേപോലെ തന്നെയാണ് വെളിച്ചത്തിൻ്റെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കണ്ണിന് കുളിരുണ്ടാവണം, ഭയങ്കര രസം ഉണ്ടാവണം. ഇപ്പോൾ അനാർക്കലിയിലെ പാട്ട് കാണുമ്പോൾ ഇപ്പോൾ വാനം ചായും പാട്ടിനകത്ത് ചില ഡീറ്റെയിൽസൊക്കെ ആ നായികയുടെ കഴുത്തിൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്, അത് ആ ഇമോഷൻ വേണ്ടതാണ് അവിടെ. അതേപോലെ തന്നെ അണ്ടർ വാട്ടർ സീനുണ്ട്. അപ്പം ഈ അണ്ടർ വാട്ടറൊക്കെ നല്ല ക്ലാരിറ്റിയിൽ തന്നെ ആൾക്കാർക്ക് കാണാൻ പറ്റണം. സാങ്കേതികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കും, പക്ഷേ ഔട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരുടെ പ്രശ്നമല്ല, കാഴ്ച മാത്രമേ ഉള്ളൂ. അവരുടെ പ്രേമമാണ് അപ്പോൾ അവരുടെ വിഷയം. അപ്പം അത് നല്ല തെളിച്ചത്തിലിരിക്കണം. സിനിമാറ്റോഗ്രാഫർ എന്ത് അനുഭവിച്ചു എന്നുള്ളത് പ്രശ്നമല്ല. ഇത് വരുമ്പോൾ ഇത് ഇങ്ങനെ കാണിച്ചു കൊടുക്കണമെന്നുള്ളൊരു സാധനം ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആവില്ലേ? അപ്പോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക? പേഷ്യൻസ് വേണ്ടേ? അനാർക്കലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ സ്വിമ്മിംഗ് പൂളിൽ 4 അടി, അതായത് ഇതുവരെയുള്ള വെള്ളത്തിൽ മാത്രം നീന്തുന്ന ഒരു കക്ഷിയാണ്. കുളത്തിൽ പോലും ഇറങ്ങാറില്ല. എനിക്ക് പേടിയാണ്, വെള്ളം പേടിയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ എന്നെ പഠിപ്പിക്കാൻ എൻ്റെ അച്ഛനമ്മ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. വളരെ ചെറുതിൽ പഠിച്ചിട്ടില്ല. സ്വിമ്മിംഗ് പൂളിൽ പോയി ഞാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ ആ 4 അടി എനിക്ക് കാല് കുത്താൻ പാകത്തിനുള്ള വെള്ളത്തിന് എനിക്ക് പേടിയില്ല. അതിനപ്പുറമുള്ള എല്ലാ വെള്ളത്തിനും എനിക്ക് പേടിയാണ്. എന്നിട്ടും അനാർക്കലി എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാനാണ്. കടലിനടിയിൽ പോയിട്ട് 23 മീറ്റർ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാനാണ്. ഇവിടെ അവരുടെ സ്വിമ്മിംഗ് പൂൾ പ്രണയം സീൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഞാനാണ്. അപ്പം അത് നമ്മൾ ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. അത് വേറൊരാൾ ചെയ്താൽ എനിക്കത് സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യിച്ചു. അവിടെ ലക്ഷദ്വീപിൽ അവരുടെ നമ്മളൊരു സാൻഡി ബീച്ചിൽ അവരുടെ ഒരു ഇതുണ്ടായിരുന്നു. സാൻഡി ബീച്ചിൽ അവരാണ് എന്നെ ട്രെയിൻ ചെയ്യിച്ചത്. എന്നെയും പൃഥ്വിരാജിനെയും ട്രെയിൻ ചെയ്യിച്ചവരാണ്. എനിക്കും പൃഥ്വിരാജിനും ആക്ച്വലി പാഡി സർട്ടിഫിക്കറ്റ് ഉണ്ട്, അണ്ടർ വാട്ടർ പോകാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്, 2 പേർക്കുണ്ട്. അതന്ന് ഞങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്ത് ഇറങ്ങി പഠിച്ച് അവരുടെ ഒന്ന് മറ്റേ ടെസ്റ്റൊക്കെ എഴുതിയിട്ടാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. പിന്നെ പ്രാക്ടിക്കലും ഉണ്ട്. പ്രാക്ടിക്കലി താഴെ പോയി അതിൻ്റെ ഒരു ബോയൻസി കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പോകണം. സോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഇതൊന്നും പഠിക്കാനോ ഇത് ചെയ്യാനോ നമുക്ക് ഒരു തരത്തിലും മടിയോ പേടിയോ ഉണ്ടാവില്ല. പക്ഷെ പേഴ്സണലി ഇപ്പോൾ 4 പേരുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്, കടലിൽ ചാണമെന്ന് ചിലപ്പോൾ നമ്മളൊന്ന് ഭയക്കും. അത് നമ്മളെ പേഴ്സണലി ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് നമ്മുടെ ലൈഫോ നമ്മുടെ ആരോഗ്യമോ ഒക്കെ ചിലപ്പോൾ നോക്കുമായിരിക്കും.
സിനിമയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളിതെല്ലാം മറന്നേക്കും. അങ്ങനെ ഒരു സംഭവം അനാർക്കലി സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതിനകത്ത് ഒരു 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 അൺബാലൻസ്ഡ് ഫ്രെയിം പോലും അടിയിൽ അണ്ടർ വാട്ടർ ഷോട്ട്സിനില്ല. ബിക്കോസ് വേറെ ആരും പോയി ഗോപ്രോയിലൊക്കെ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. ഞങ്ങളത് അതിൻ്റെ റിഗ് ഉണ്ടാക്കി, റിഗ് പുറത്തുനിന്ന് എടുത്തിട്ട് അതിനകത്ത് ക്യാമറ വെച്ചു ഇത്രയും താഴെ പോയി, അതായത് രാജുവിടെ നിന്ന് മുകളിൽ നിന്ന് ചാടുമ്പോൾ അത്രയും താഴ്ചയിലാണ് ഉള്ളതെന്ന് ഫീൽ ചെയ്യിക്കാൻ ഞാൻ അത്രയും താഴ്ചയിൽ പോകണം. അപ്പോൾ അത്രയും താഴ്ച പോയിട്ടാണ് രാജു ഇവിടെ നിന്ന് ചാടിയിരിക്കുന്നതും രാജു ഫ്രണ്ടിലേക്ക് വരുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിന് എല്ലാവരുടെയും സഹകരണമുണ്ട്. പിന്നെ അതിലുപരി ഒരു പാഷനാണ് സത്യത്തിൽ. ഒരു തരിപ്പാണ് ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ വേറൊന്നും ആലോചിക്കത്തില്ല. അതെ, അതിനകത്ത് തന്നെ അയാളുടെ നായികയുടെ ക്ലോസ് ഷോട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എക്സ്ട്രീം ക്ലോസ് ആണ്, സാധാരണ ക്ലോസ് അല്ല. നമ്മൾ ഇത്രയും അല്ല ഉപയോഗിക്കുക. അത് കുറച്ചുകൂടെ ക്ലോസ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് അതൊരു വല്ലാത്ത തീരുമാനമാണ്. ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത് സംവിധായകനോ എഡിറ്ററോ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മളത് ഷോട്ട് എടുക്കാം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്, വെറുതെ ഷോട്ട്സ് എടുത്ത് നമുക്ക് സമയം കളയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ സച്ചേട്ടനൊക്കെ എന്താണ് അതിനകത്ത് ഒരു സാധ്യത ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഡിസ്കഷൻ പറയുക പുള്ളിയായിട്ട്? അതിൻ്റെ നമ്മൾ സച്ചിയുടെ ഒരു ഗുണം, സച്ചിയുടെ എല്ലാം മിക്കവാറൊക്കെ ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ സച്ചിയുടെ ഒരു വലിയ ഗുണം, ആദ്യം കഥ പറയുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കൃത്യം മനസ്സിലാവും. എവിടെയാണ് നമ്മൾ അത്തരം സാധനങ്ങൾ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് കൂടുതൽ നമ്മൾ ആർട്ടിസ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് വിഷ്വൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് വൈഡ് ഷോട്ട്സ് നമുക്ക് കൂടുതൽ ഇത് ഇങ്ങനെ ചെയ്താൽ ഈ ലൊക്കേഷനാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഹീറോ എന്ന് നമുക്കിങ്ങനെ സച്ചി പറഞ്ഞ് മനസ്സിലാക്കി തരും. അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന വേറെ ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ രാജുവിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ രാജു അതിനകത്ത് ഭയങ്കര സ്പെസിഫിക് ആണ്, ഇന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് വേറെ കൺഫ്യൂഷനേ ഇല്ല. ഇന്ന സാധനങ്ങൾക്ക് കുറച്ചുകൂടി നമുക്ക് ക്ലോസറായിട്ട് നമുക്ക് വർക്ക് ചെയ്യണം, ഇന്ന സാധനങ്ങൾക്ക് വൈഡറായിട്ട് വർക്ക് ചെയ്യണം എന്നൊരു കൃത്യം ധാരണ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ഉള്ളപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ വെള്ളത്തിനടിയിൽ വെച്ചിട്ട് പിന്നെ ചിലതൊക്കെ നല്ലതല്ലേ, നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അറിയാലോ, ഇത് കുറച്ചുകൂടി അവരുടെ കണ്ണുകൾ സംസാരിക്കണം, അവരുടെ മുഖം സംസാരിക്കണം, അവരുടെ ചുണ്ടിൻ്റെ ചെറിയൊരു അനക്കം സംസാരിക്കണം. അവർക്ക് ഡയലോഗൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ ചെറിയ കണ്ണ് ഇങ്ങനെ ഒരു ചെറിയ ഒന്ന് അയാളുടെ മുഖത്ത് നോക്കുന്നത് ഫീൽ ചെയ്യിക്കാൻ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബി ദെയർ. നമ്മുടെ ലെൻസ് അവിടെ ഉണ്ടാവണം, ഓഡിയൻസ് അത് കാണണം. എൻ്റെ ആദ്യത്തെ സിനിമ, ഞാൻ അതിനു മുമ്പ് 16 മുമ്പിൽ ഒരു ചെറിയ സിനിമ നയനം എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്, വളരെ മുമ്പ്. അത് അവിടെ വെച്ചിട്ട് വളരെ ചെറിയൊരു സിനിമയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. ഞാൻ അസിസ്റ്റൻ്റായിട്ട് വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അന്ന് അതിനു മുമ്പ് ചെയ്ത ഏതൊരു സിനിമയിൽ, ഏതൊരു ഷാജി ഒരു തമിഴ് സിനിമയിൽ ഞാൻ അസോസിയേറ്റാണ്. അപ്പോൾ ഫൈറ്റ് എടുക്കുന്ന ദിവസം ഞാനും ഷാജി സാറും കൂടി വേറൊരു വേറൊരു സെപ്പറേറ്റ് പരിപാടി ഞങ്ങൾ ചെയ്തു. അപ്പോൾ അതിന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി 2 ദിവസം ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അത് സാറിന് ഇഷ്ടപ്പെട്ട് കാണണം. അങ്ങനെയാണ് ഇത് ഇങ്ങനൊരു ചെറിയ സാധനം പ്ലാൻ ചെയ്തപ്പോൾ പുള്ളി എന്നെ ശരി എന്നാൽ പിന്നെ അവനൊന്ന് പരീക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞ് വിളിച്ചത്. എനിക്ക് ഇതിനകത്ത് നടക്കുന്ന മറ്റ് കഥകളോ അല്ലെങ്കിൽ മറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടോ, മറ്റ് ക്യാമറമാൻസ് ഉണ്ടോ, ഇതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊരു ഭയങ്കര ഇൻഡിപെൻഡൻറ്റ് ഫിലിമായിരുന്നു. ചെറിയ ഫിലിമാണ്, ഷോർട്ട് മൂവിയാണ്. ഇത്ര ദിവസം വേണ്ടു, 3 ദിവസമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ, 3 ദിവസം കൊണ്ട് ചെയ്യണം. ഓക്കെ, ഇത് മാത്രമേ അറിയാവൂ. മറ്റതൊക്കെ ചിലപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള അധികാരന്മാരും പുറത്തുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ പേടി വന്നേനെ. അങ്ങനെ പേടി ഭാഗ്യത്തിന് ഉണ്ടായില്ല. പിന്നെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണല്ലോ. നമ്മൾ ആദ്യത്തെ ഒരു സിനിമ, അതും ഷാജി കൈലാസ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു വമ്പൻ പേരെടുത്ത് നിൽക്കുന്ന വമ്പൻ നിരയുള്ളൊരു സംവിധായകൻ, പുള്ളിയുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു അവസരം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പാഴാക്കി വരുത്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രിപ്പറേഷനും നമ്മളതിനകത്ത് കൊടുത്തിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഭയങ്കര ഭാഗ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എസ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ വിളിച്ചിട്ട് അത് നല്ല ഗ്രേഡിങ് ആയിരുന്നു കേട്ടോ, നല്ല കളറിങ് ആയിരുന്നു കേട്ടോ, നല്ല ഷോട്ട്സ് ആയിരുന്നു കേട്ടോ, ചിലർ നല്ല ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം ഇതിങ്ങനെ പറഞ്ഞ് പലരും പല രീതിയിലാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ചിലർ ധന്യാമേരി വർഗീസ് അതിനകത്ത് അഭിനയിച്ചിരുന്നു. അപ്പം ലിജോ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ലിജോയുടെ നായകൻ എന്നെ വിളിച്ചത് ഞാൻ ഈ സിനിമയിൽ ധന്യാമേരി വർഗീസിനെ പോർട്രേ ചെയ്ത് കണ്ടിട്ടാണ്. അടിപൊളി. അപ്പം ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ സിനിമയിൽ ഉദ്ദേശിച്ചത്. എനിക്കത് കിട്ടിയില്ല, പക്ഷേ എനിക്ക് അടുത്ത ഷെഡ്യൂളിൽ നീ വരാമോ എന്നെൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെന്താ, ഞാൻ നല്ലതാണ്, ബാക്കി ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി ആർക്കും ബുദ്ധിമുട്ടില്ല, ഞാൻ നായകൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിറ്റി ഓഫ് ഗോഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കണക്ഷൻ ഞാൻ ലിജിയോയുടെ അടുത്ത് പെട്ടെന്നുണ്ടായി. അപ്പോൾ
വളരെ ആഗ്രഹിച്ചും വളരെ ആത്മാർത്ഥമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു മോറൽ സൈഡ്. അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ചില മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ട്രോളി മൂവ് ചെയ്യുക, പക്ഷേ എല്ലാത്തിലും ഒരു ഇമോഷൻ ഉണ്ട്. അതിനകത്തൊരു സ്ലോ പേസിലാണ് ആ സാധനം അവിടെയൊക്കെ പറയുന്നത്. കാരണം ഇമോഷൻസ് ആണ് കംപ്ലീറ്റ് സാധനങ്ങൾ. അപ്പോൾ ചെറിയ മൂവ്മെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ചില അഴകപ്പൻ സാറിൻ്റെ, എനിക്ക് തോന്നുന്നു ശ്യാം സാറിൻ്റെ സിനിമ ഒരേ കടൽ, അതിനകത്ത് ചില ട്രോളി മൂവ്മെൻറ്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടാണ് നമുക്കത് സിനിമ കാണുമ്പോൾ അത് ഫീൽ ചെയ്യുന്നത്. എന്ത് രസമായിട്ടാണ് ഇതെങ്ങനെ ഇവരിങ്ങനെ എത്തിയെന്നൊക്കെ നോക്കുമ്പോൾ. അതേപോലെ ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാമല്ലോ സംഭവം എന്നുള്ളത് മനസ്സിലായ ഒരു സാധനമായിരുന്നു. ചെറിയ സിനിമയാണെങ്കിൽ ഷാജി സാറിൻ്റെ സിനിമയിൽ അങ്ങനെ ഒരു ചെറിയ മൂവ്മെന്റ്സ് വന്നതുകൊണ്ടാണ് എസ്പെഷ്യലി ശ്രദ്ധിക്കാൻ. അതെ അതെ, സാറിൻ്റെ മറ്റ് വേറൊരു സാറിൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു വർക്കായിരുന്നു. ആ പടത്തിന് വേറെ പല പ്രത്യേകതയുണ്ട്. അൻവർ റഷീദ് എന്ന് പറയും ബ്രിഡ്ജൊക്കെ ചെയ്ത് അതിനകത്തായിരുന്നു വന്നതെന്നുള്ളത്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. കല്യാണം കഴിക്കുന്നതോടുകൂടി ഇനി സിനിമയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സിനിമാറ്റോഗ്രാഫർ ആവാൻ കഴിയില്ല എന്ന് സങ്കടപ്പെടുന്നു. അവസാനം മഞ്ജു ചേച്ചിയോട് പറയുന്നു. അവസാനം മഞ്ജു ചേച്ചിയാണ് ഉപദേശിക്കുന്നത് അങ്ങനെയല്ല എന്നുള്ളത്. അത് ശരിയാണോ കഥ? ഡെഫിനറ്റ്ലി ശരിയാണ്. അന്ന് ഞാൻ മഞ്ജുവിന് കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ സിനിമ മീൻസ് അന്ന് ക്യാമറമാനായി, മറ്റേ സീരിയൽസ് ചെയ്യുന്നു, കല്യാണം നടക്കുന്നു. അപ്പോൾ നമ്മൾ തീരുമാനിക്കപ്പെടുന്നു ഇനി ഇല്ലല്ലോ, കാര്യം ഫാമിലിയൊക്കെ ആയി. ഇനിയിപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് പട്ടിണി കിടന്നൊന്നും ഇനി ചിലപ്പോൾ ബുദ്ധിമുട്ടാകും, കാര്യം സാമ്പത്തികം വേണ്ട സമയമല്ല. അപ്പോൾ മഞ്ജുവിനെയും നമ്മുടെ കുടുംബത്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ട നമ്മുടെ ചുമതല നമ്മുടെ അല്ലേ, എല്ലാം സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ അല്ലേ. അപ്പോൾ അത് മഞ്ജു ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, 1-2 വർഷം പ്രഗ്നൻ്റ് ആയ മോളുണ്ടായിട്ടും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മഞ്ജു വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരെ ഞാൻ എന്തായാലും വർക്ക് ചെയ്തു. അതിനുശേഷം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ ഇങ്ങനെ കിട്ടി വരുന്നൊരു സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ, നിന്നിട്ട് എനിക്ക് മറ്റത് വിടാൻ പറ്റുന്നില്ല ഇപ്പോഴും, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മഞ്ജു പറഞ്ഞു ഞാനെന്താ നമ്മൾ കുറച്ച് പട്ടിണി കിടക്കും, അത്രയല്ലേ ഉള്ളൂ, ധൈര്യമായിട്ട് പോകും, ബാക്കി വരുന്ന വഴിക്കാണ്. അതാണ് വേറെ ലെവൽ സാധനം. അപ്പം ഞാനൊരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഓൺ സ്പോട്ട് കട്ട് ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇന്ന് ഇത്ര ദിവസം കൂടി ഞാനുള്ളൂ, ഞാനില്ല എന്ന് പറഞ്ഞു. ഞാൻ സാറിനെ വിളിച്ച് ഞാൻ ജോയിൻ ചെയ്യണം സാർ എന്ന് പറഞ്ഞു. രാജരത്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അദ്ദേഹം ചെന്നൈ തമിഴ്നാട്ടിലൊരു കക്ഷിയാണ്. അദ്ദേഹം അന്ന് ഒരു തെലുങ്ക് സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായിരുന്നു. ഞാൻ അതിന് ജോയിൻ ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു 2004 ഞാൻ ജോയിൻ ചെയ്യുന്നത്. 2004 മുതൽ 2009 വരെ ഞാൻ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഇടയ്ക്ക് മഞ്ജു ചേച്ചിയുടെ ഹോമിന് ശേഷമുള്ളൊരു പെർഫോമൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ കിട്ടിയൊരു സ്പേസ് ഉണ്ട്. പെർഫോമൻസ് നേരത്തെ ഉണ്ടാവും, പക്ഷേ നമ്മളറിയുന്ന ഒരു മഞ്ജു പിള്ള എന്ന് പറയുന്ന സിനിമാ നടി ബാക്കിയുള്ള ഏരിയകളിലൊക്കെ ടോപ്പാണ്. അപ്പോൾ സിനിമാ നടി എന്നുള്ളടത്ത് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഹോമിന് ശേഷം കുറേ പടങ്ങളുണ്ട്. ഈ ഫാലിമിയിൽ കാണുന്ന സമയത്തും ഞാൻ വിചാരിച്ചു അസാധ്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്നിട്ട് ഇതെങ്ങനെയാണ് നോക്കിക്കാണാം? എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ ഒരു സക്സസ്സും ഒരു സ്പേസും ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് നോക്കി കാണുമ്പോൾ അത് ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഒരു ഭയങ്കര വലിയ നിലയിലേക്ക് എത്തുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം ഭീകരമല്ലേ. ഫ്രണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ 2020 ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് മന്തിൽ ഞങ്ങൾ ഡിവേഴ്സ് ചെയ്തു. ഫ്രണ്ട് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി യെസ്. ഇപ്പോഴും അതിൻ്റെ എല്ലാ കണക്ഷൻസും എല്ലാ സൗഹൃദങ്ങളും ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജുവിൻ്റെ ഇത്തരം അവസ്ഥകൾ മുഴുവൻ നമ്മൾ വളരെ നന്നായിട്ട് തന്നെ നോക്കി കാണുന്നത്. പല സമയത്തും നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഈ വർക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തമിഴിലേക്ക് പോകണം, തെലുങ്കിലേക്ക് പോകണം, ഇല്ലെങ്കിൽ അത്തരം ഭാഷകളിലൊക്കെ ചെയ്യുമ്പോഴും ഇംഗ്ലീഷിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇംഗ്ലീഷ് ഭാഷയുടെ സിനിമ അല്ല മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. സുജിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഹോളിവുഡ് സിനിമയാണ്. അത് മനസ്സിലുണ്ടോ? അത് ഏത് വർഷമായിരിക്കും? തമാശ ക്വസ്റ്റ്യൻ ആയിട്ട് കരുതണ്ട, ഞാൻ ഒരിക്കലും ഇത് തമാശയിൽ എടുക്കുന്നുമില്ല. എനിക്കറിയില്ല ഞാൻ എപ്പോഴും ഇത് പറഞ്ഞിരിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ വളരെ അടുത്ത സർക്കിളുകളിൽ പലപ്പോഴും ഇത് പറയാറുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ മരിക്കുന്നതിന് മുന്നേ ഒരു ഇംഗ്ലീഷ് സിനിമോഗ്രാഫി ചെയ്തിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും ധാരണ. അതെനിക്കറിയില്ല എങ്ങനെ സംഭവിക്കുമെന്ന്, പക്ഷെ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ്. പൃഥ്വിരാജ് ഒരു സുഹൃത്താണ്. സുഹൃത്തിനപ്പുറത്തേക്ക് ഒരു ഡയറക്ടർ കൂടിയാണ്, ആക്ടറാണ്. ആക്ടറെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, പക്ഷേ ഡയറക്ടറെക്കുറിച്ച് നമുക്ക് സിനിമ കാണുമ്പോഴേ അറിയാമെങ്കിലും നിങ്ങൾ തമ്മിലുള്ള വർക്കിങ്ങും ഇല്ലെങ്കിൽ എത്രത്തോളം ഇതാണ്. ഇപ്പോൾ സിനിമയ്ക്ക് ഔട്ട്പുട്ട് വരും,
അതല്ലാതെ ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ നമുക്ക് പുള്ളിയുടെ ഒരു ഐഡിയയെക്കുറിച്ചൊരു ധാരണ വരുമല്ലോ. നമ്മൾ ഒരു കൂട്ടായി ഡിസ്കസ് ചെയ്യുമ്പോഴും ഒരു ആൾ പറയുമ്പോൾ ഇയാൾ കൊള്ളാമല്ലോ എന്ന് നമുക്ക് ഉള്ളിൽ തോന്നുമല്ലോ. ഒരു കൂട്ടുകാരനപ്പുറത്തേക്ക് ഒരു ഡയറക്ടറെ എങ്ങനെ നോക്കിക്കാണുന്നു പൃഥ്വിരാജിനെ? രണ്ട് തരത്തിലാണ് നോക്കിക്കാണാൻ താല്പര്യമുള്ളത്. കൂട്ടുകാരൻ നമ്മൾ എപ്പോഴും ഓക്കെ, നമ്മൾ എന്ത് കാര്യങ്ങളും പറയാം, അങ്ങോട്ട് സംസാരിക്കുക ഇങ്ങോട്ട് സംസാരിക്കുക, നമ്മുടെ കാര്യങ്ങളെല്ലാം പലതരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, അതെല്ലാം ഫ്രണ്ട്ഷിപ്പിനകത്ത് എന്തൊക്കെ വേണമോ അതൊക്കെ. അതല്ലാതെ മറ്റൊരു പ്രൊഫഷണലിസമാണ്. സോ അതിനകത്ത് പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു കൺവിക്ഷൻ ഉണ്ട്, പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് കാര്യങ്ങൾ കാണാൻ, പുള്ളിയുടെ ഒരു ടെക്നിക്കൽ മൈൻഡ് സെറ്റ് പുള്ളിക്കുണ്ട്. അപ്പോൾ അതിനെ മുഴുവൻ റെസ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു പ്രൊഫഷണൽ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നെനിക്ക് പറയാൻ പറ്റുന്ന കക്ഷി തന്നെയാണ് ഡെഫിനറ്റ്ലി ആസ് എ ഡയറക്ടർ. കാര്യം അത്രയും ഷാർപ്പാണ് പുള്ളി. അതിനകത്ത് ഇരുന്ന് ഹോംവർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് ഇത് അറിയാമെന്നുള്ളത് കൊണ്ടും ടെക്നിക്കലി, അതായത് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല, ഇപ്പോൾ ആദ്യത്തെ സിനിമ ലൂസിഫർ ചെയ്യുമ്പോൾ ഞങ്ങൾ അനമോർഫിക്കിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതും അനമോർഫിക്കിലാണ് ചെയ്യുന്നത്, അന്ന് അനമോർഫിക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ അനമോർഫിക് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാനും യൂസ് ചെയ്തിട്ടില്ല, രാജു യൂസ് ചെയ്തിട്ടില്ല, രാജുവിൻ്റെ സിനിമയ്ക്കകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ലെൻസ് റേഞ്ചസ് എന്താണെന്ന് എനിക്ക് അറിയണം എന്ന് താല്പര്യമുള്ള ഡയറക്ടറാണ്. അത് എല്ലാ ഡയറക്ടേഴ്സിനും വേണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അത് ലെൻസ് റേഞ്ച് പറയുമ്പോൾ ഒരു 50 ഇടൂ എന്ന് പറഞ്ഞാൽ അത് ഈഗോ ആയിട്ട് ഞാൻ എടുത്താൽ, അല്ലെങ്കിൽ ഒരു ആസ് എ സിനിമാറ്റോഗ്രാഫർ എടുത്താലാണ് അതൊരു വിഷയമാകുന്നത്. അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഓക്കെ, ഇത് ഇങ്ങനെ ഒരു സാധനം, ഇതാണ് 50 റേഞ്ചിലുള്ള പരിപാടിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് വേണ്ടത് കൂടുതലും. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ചിലപ്പോൾ 50 റേഞ്ച് ഇട്ടിട്ട് ഇവിടെ വെക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ഡയമെൻഷൻ കിട്ടും, കുറച്ച് ഇപ്പുറത്ത് വെച്ചാൽ വേറൊരു ഡയമെൻഷൻ കിട്ടും. സോ ദാറ്റ് വി ക്യാൻ സെലക്ട് ഈസിലി. ഇതാണ് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. മറ്റത് ഇട്ട് നോക്കി വെയിറ്റ് ചെയ്ത് സമയം വേസ്റ്റ് ചെയ്ത് മറ്റത് പോയി മറിച്ചത് പോയി. സോ പിന്നെ ഇതിനകത്ത് ഉള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എന്തഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം. അത് എല്ലാ സമയത്തും വേണം. അതില്ലെങ്കിൽ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആവും. അപ്പോൾ റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഇത്തരം ഒരു ഭയങ്കര ഭയങ്കര പ്രൊഫഷണലി രസമുള്ള ഒരു സർക്കിളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതൊരു ഭയങ്കര ഗുണമാണ്, ഭയങ്കര രസമാണ്. പൃഥ്വിരാജിലെ ആക്ടറിൻ്റെ ഏറ്റവും വലിയ സംരംഭമായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും സമയമെടുത്ത് ചെയ്തിട്ടുള്ള ആടുജീവിതം പുറത്തു വരാനിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കഷ്ടപ്പാടെന്ന് പറയുന്നത്, ഇത്രയും വർഷങ്ങളൊരു ആക്ടർ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, ആടുജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ. അതിനെ എങ്ങനെയാണ് നമ്മൾ പുകഴ്ത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുക? അത് എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിന് സംസാരിക്കുമ്പോൾ മാർച്ച് 21 7 ദിവസം കഴിഞ്ഞാൽ ആ സിനിമ റിലീസാകുകയാണ്. മാർച്ച് 28 റിലീസാകും. ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആ സിനിമ കണ്ടിട്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ നമ്മളൊരു അക്ഷരം അതിനെക്കുറിച്ച് പറയരുതെന്നാണ് എനിക്ക് ആ സിനിമയും ആ സിനിമയുടെ പുറവും എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം, എനിക്ക് പറയാൻ താല്പര്യം. കാര്യം ആ സിനിമ കാണുമ്പോൾ എൻ്റെ മനസ്സിലവന് എത്രത്തോളം എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ട് എത്രത്തോളം ഡെപ്ത് ഉണ്ടായിരുന്നു, അതിനകത്ത് എല്ലാവരും എടുത്ത പെയിൻ എത്ര ഉണ്ടായിരുന്നു, അത് മനസ്സിലാവും. അത് കണ്ടിട്ട് വേണം നമുക്ക് അതിനെ സംസാരിക്കാൻ. തീർച്ചയായിട്ടും.